ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇഡ്ഡലി മഞ്ചൂരിയൻ. സാധാരണ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടൊക്കെയാണ് മഞ്ചൂരിയൻ ഉണ്ടാക്കാറ്. ഈ ഒരു മഞ്ചൂരിയൻ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കി വരുന്ന ഇഡ്ഡലി വെച്ചിട്ടാണ് ഈ ഒരു മഞ്ചൂരിയൻ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 6 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ഡലീനെ 7 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് സൈസ് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബാറ്ററിൽ മുക്കിയിട്ട് അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, 1/4 കപ്പ് കോൺഫ്ലവർ, പിന്നെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കളർ താല്പര്യമില്ലവരാണെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ ആ ഒരു ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്കിതിന് വേണ്ടത്. ഇഡ്ഡലി ഫുള്ളായിട്ടൊന്ന് കോട്ടായി കിട്ടാനായിട്ട് കുറച്ച് തിക്നെസ് വേണം ഈ ഒരു ബാറ്ററിന്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബാറ്റർ. അപ്പോൾ ഇഡ്ഡലി നമുക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാ വെളിച്ചെണ്ണയെക്കാട്ടും ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഓയിലാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്ക് ഓരോ ഇഡ്ഡലിയായിട്ട് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇഡ്ഡലിയിലേക്ക് ഓയിൽ കയറും. അപ്പോൾ അതുകൊണ്ട് 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിയുടെ ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ആക്കിയെടുക്കാം. ഇതുപോലെ 2 സൈഡും ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ 2 ഭാഗമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്ന് ഈ ഒരു എണ്ണയിൽ നിന്ന് നമുക്കിത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ബാച്ചും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഇഡ്ഡലിയും അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മതി. ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ താല്പര്യമുള്ളവർ കൂടുതൽ ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, അത് ഇതുപോലെ തന്നെ ഫ്ലേവർ നല്ല കൂടുതൽ താല്പര്യമുള്ളവർ അതിനനുസരിച്ച് കൂടുതൽ ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് ചില്ലി സോസുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2-3 സെക്കൻഡ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇഡ്ഡലിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസിലെല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഗാർലിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണയും കൂടെ ചേർത്തി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ഇഡ്ഡലി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഡ്ഡലിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ആരും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വല്ല സ്നാക്കൊക്കെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഈവനിങ്ങിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്